ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയുടെ നിരൂപണങ്ങളുടെ ഏറ്റവും വേഗത്തിലുള്ള ഒരു സംഗ്രഹമാണ്. നയൻതാര നിർമ്മിച്ച് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത പ്രദീപ് രംഗനാഥൻ, എസ്.ജെ. സൂര്യ, കൃതി ഷെട്ടി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം 2040-ൽ നടക്കുന്നൊരു സയൻസ് ഫിക്ഷൻ പ്രണയകഥയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കായാലും ഇതൊന്ന് കാണാൻ തോന്നും, അല്ലേ? അപ്പോൾ ഒന്നാമതായി ഇതിലെ പ്രധാന പോരായ്മകൾ തന്നെ നമുക്ക് നോക്കാം. കഥ നടക്കുന്നത് 2040-ലാണെങ്കിലും ഇതിൻ്റെ തിരക്കഥ ശരിക്കും 2000-ങ്ങളുടെ തുടക്കത്തിലേതുപോലെ ഭയങ്കര പഴഞ്ചനാണ് കേട്ടോ. ആവർത്തന വിരസമായ കോമഡികളും വല്ലാത്ത കൃത്രിമത്വം നിറഞ്ഞ രംഗങ്ങളും പിന്നെ അഭിനേതാക്കളുടെ അതിരുകടന്ന പ്രകടനവും കൂടെ ആകുമ്പോൾ സിനിമ ശരിക്കും ബോറടിപ്പിക്കുന്നുണ്ട്. ഭാവിയിലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 1990-കളിലെ ഡയൽ-അപ്പ് ഇന്റർനെറ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ലേ ശരിക്കും ഈ സിനിമയുടെ അവസ്ഥ? രണ്ടാമതായി, ഈ പോരായ്മകൾക്കിടയിലും ഇതിൽ എടുത്തു പറയേണ്ട ചില സാങ്കേതിക മികവുകളുണ്ട്. അതായത് മികച്ച ഛായാഗ്രഹണവും ഊർജ്ജസ്വരമായ സംഗീതവും ഉയർന്ന നിർമ്മാണ മികവും ചിത്രത്തിനുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മനോഹരമായ ദൃശ്യങ്ങൾക്കും മികച്ച സംഗീതത്തിനും മാത്രം ഇത്രയും പഴഞ്ചനായൊരു തിരക്കഥയെ രക്ഷിക്കാൻ സാധിക്കുമോ? അവസാനമായി ഇതിൻ്റെ അന്തിമ വിലയിരുത്തലിലേക്ക് വരാം. വളരെ മികച്ചൊരു ആശയമുണ്ടായിട്ടും അത് നടപ്പിലാക്കുന്നതിൽ ചിത്രം പൂർണ്ണമായും പരാജയപ്പെട്ടു. അതുകൊണ്ടുതന്നെ നിരൂപകർ 5-ൽ 2 സ്റ്റാർ മാത്രമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. പുതിയൊരു സയൻസ് ഫിക്ഷൻ റോംകോം പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ചിത്രം എന്തായാലും നിരാശ നൽകും. പുറമെ തിളങ്ങുന്നതും എന്നാൽ ഉള്ളിൽ തീർത്തും ശൂന്യവുമായ ഒന്നായിട്ടാണ് എനിക്കിത് തോന്നിയത്. സാങ്കേതികമായി എത്ര മികച്ചതാണെങ്കിലും പഴഞ്ചൻ ആശയങ്ങളും മോശം അവതരണവും കാരണം ലവ് ഇൻഷുറൻസ് കമ്പനി പ്രേക്ഷകരെ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നു.